നിങ്ങൾ കാണുക. അപ്പോൾ ഈ ശരീഅത്ത് നിയമം ജീവിതത്തിൽ പകർത്തുന്നവരെ ആണ് അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പുതുവല്ലാടി മൊനമ്പത്തെ ബീവി എന്ന പേര് അറിയപ്പെടുന്ന ആ സ്ത്രീ എവിടെയാണ്, ഏത് നാട്ടുകാരിലാണ്, എന്റെ അറിവനുസരിച്ച് മുസ്ലിമാണോ എന്ന് പോലും തെളിയിക്കപ്പെടാനുള്ള ഒരു മാധ്യമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയണോ? ഞാൻ അത് അറിയാൻ പറ്റുന്നത്. അവരുടെ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ അത് വലിയ മഹത്വമുള്ള സ്ത്രീയാണെന്ന് എന്താണ് തെളിവ്? ഈ പറഞ്ഞ മാനദണ്ഡം ആ സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാൻ പറ്റണം. അവരുടെ നാട്, അവരുടെ കുടുംബം, അവിടെ ജീവിച്ച സിറ്റുവേഷൻ അതൊന്നും ഇതുവരെ ലഭ്യമല്ല. എന്റെ അറിവില്ല, എന്തോന്നും എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം തരണം. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി ഇമാമ് ഒരു ഉപമ പറയുന്നു. ചില ആളുകളെ കുറിച്ച് മഹാത്മാവാണോ അല്ലേ എന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ആ മഖ്ബറയിലേക്ക് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ഖൈറു സ്വലാഹിന്റെ ആളുകൾ അവർ അവിടെ വല്ലാതെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ല. അവരെല്ലാവരും അവിടെ സിയാറത്ത് ചെയ്ത് വരുന്നുമുണ്ട് എങ്കിൽ ആ മഹാത്മാവാണ് എന്നതിന്റെ തെളിവാണത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. എങ്ങനെയുണ്ട്? കള്ളിഷാപ്പിന്റെ മുമ്പിൽ പോലീസുകാര് വമ്പിച്ച ക്യൂ നിയന്ത്രിക്കുന്നു എന്ന് തോന്നിയാൽ ഹലാലെന്ന് അതിന്റെ അർത്ഥം? ആളുകൾ ഒരു ഹറാമിന്റെ നേരെ ഒഴുകുന്നു എന്നുള്ളതാണോ? അത് അനുവദനീയമാണ്. എന്തൊക്കെ 12,000 ലൈസൻസ് ഉള്ള വേശ്യാലയുണ്ട് 996 ബോംബെയില്. ഇപ്പൊ എത്ര ഉണ്ട്? അത് നോക്കിയിട്ടാ ഹറാമ് ഹലാലും തീരുമാനിക്കുക. മമ്പർ നോക്ക്, മൊനമ്പത്ത് ബീവിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടല്ലോ. എന്താ സംഗതി? ഊരും പേരറിയില്ല, മഷൂറും കുറവല്ല, ബഹുമാനർ പീറെന്നുള്ള നാട് എന്നൊക്കെ പറഞ്ഞേ അക്കാലത്ത്. നിങ്ങൾ ആലോചിച്ച ഓരോ പണ്ഡിതന്മാരുടെ ഒരു